സ്വീറ്റേഴ്സ് വേൾഡ്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മീഷോ പാർട്ട് 7 ആണ്. മീഷോ പാർട്ട് 6 കണ്ടവർക്ക് അറിയാം, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 7 എന്നുള്ള അടുത്തൊരു പാർട്ട് ഉണ്ടായിരിക്കും. ഇതിൽ ഡൗട്ട് ക്ലിയറിങ് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇപ്പം എനിക്ക് വരുന്ന ഒട്ടുമിക്ക ഡൗട്ടിലും വരുന്ന ഒരു കാര്യമാണ് പിക്കപ്പ് ലേറ്റ് ആവുകയാണ്. ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? കുറേ ഓർഡേഴ്സ് എനിക്ക് വന്നിട്ടുണ്ട്, ബട്ട് എനിക്ക് പിക്കപ്പ് ലേറ്റ് ആവുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ്, എന്താ ഞാൻ ചെയ്യാതെ, എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്നാണ് ഇപ്പം പുതിയ ലേറ്റസ്റ്റ് ആയിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. പിക്കപ്പ് ലേറ്റ് ആവുന്നത് ഇപ്പം നമ്മുടെ ഭാഗത്തെ ഇഷ്യൂ കൊണ്ടൊന്നുമല്ല. നമ്മുടെ സാധനങ്ങളൊക്കെ കറക്റ്റ് പാക്ക് ചെയ്ത് ആക്സെപ്റ്റ് ചെയ്തു, പാക്ക് ചെയ്തു, ഓർഡർ റെഡിയാക്കി എല്ലാം വെച്ചു. പക്ഷേ ഡെലിവറി ബോയ് ഇത് വാങ്ങിക്കാൻ വരുന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൽ അവർ പറയുന്ന ഒരു കാര്യം, ഇത് അവരുടെ ഒരു എൻക്വയറിയിൽ എടുക്കുന്ന ഒരു ക്വസ്റ്റ്യൻ്റെ ഒരു ആൻസറാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതിലവർ പറയുന്നത് പിക്കപ്പ് ലേറ്റ് ആവുന്നത് ഡെലിവറി ബോയ്സിന് കുറേ കൊറിയർ വരുന്നുണ്ട്, അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഇഷ്യൂ കാരണം കൊണ്ടാണ് അവർക്ക് പിക്കപ്പ് ലേറ്റ് ആവുന്നത് എന്നാണ് പറയുന്നത്. കുറച്ച് നമ്മൾ വെയിറ്റ് ചെയ്യുക, അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഒന്നുകൂടി ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വരുമെന്നാണ് അവർ പറയുന്നത്. പക്ഷെ 1 ഡേ 2 ഡേ 3 ഡേ 1 വീക്കായിട്ട് വരാത്ത കുറേ ആൾക്കാരുണ്ട്. അപ്പം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ടിക്കറ്റ് റേസ് ചെയ്യുക എന്നുള്ളതാണ്. സപ്പോർട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ ഹെൽപ്പ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും, അതിൽ അതേഴ്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ അതിൽ എടുക്കുന്നുണ്ടാവും. അപ്പോൾ അത് നമുക്ക് ഒരു ടിക്കറ്റ് വഴി നമുക്ക് റേസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ടിക്കറ്റ് റേസ് ചെയ്തിട്ട് റിപ്ലൈ ഒന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് വേറെ ഒരു ടിക്കറ്റും കൂടി റേസ് ചെയ്യാന്നുള്ളതാണ്. വേറെ ടിക്കറ്റ് റേസ് ചെയ്യുമ്പോൾ ഇങ്ങനെ അതിൻ്റെ താഴെ നമ്മൾ ഇങ്ങനെയാണ് കൊടുക്കേണ്ടത്: എനിക്കൊരു ഡൗട്ട് ഉണ്ട്, എൻ്റെ ഈ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എൻ്റെ നമ്പറിലേക്ക് കോൾ ബാക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് ജസ്റ്റ് അവസാനിപ്പിക്കുക. എന്നിട്ടൊരു ഒരു ടിക്കറ്റ് റേസ് ചെയ്യുക. അപ്പോൾ അവർ ആ ഒരു ദിവസത്തിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ അടുത്ത ദിവസത്തിൽ നിങ്ങളെന്നെ എന്തായാലും വിളിച്ചിരിക്കും. അത് ഞാൻ തരുന്ന ഉറപ്പാണ്. കാരണം ഞാൻ ഇതേപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ലാബിൽ ഡൗൺലോഡ് ആവാത്തൊരു ഇഷ്യൂ വന്നപ്പോഴും അതുപോലെ തന്നെ എൻ്റെ ഓർഡർ എനിക്ക് ക്യാൻസൽ ചെയ്യണമായിരുന്നു. എനിക്ക് വന്ന ഓർഡർ ഞാൻ ആക്സെപ്റ്റ് ആക്കി, ബട്ട് എനിക്ക് ആ ഓർഡർ ക്യാൻസൽ ചെയ്യണം, കാരണം അത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കത് ക്യാൻസൽ ചെയ്താലേ പറ്റുള്ളൂ. ഞാൻ ആക്സെപ്റ്റ് ആക്കിയതിന് ശേഷം അത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയത്. അപ്പോൾ എനിക്കത് ക്യാൻസൽ ചെയ്യണം. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും അറിയില്ല എങ്ങനെ ചെയ്യേണ്ടത്. അപ്പോൾ ഞാനത് അവർക്ക് മെയിൽ അയച്ചു, മീൻസ് ടിക്കറ്റ് റേസ് ചെയ്തു. അപ്പോൾ പ്രത്യേകിച്ച് എനിക്ക് റിപ്ലൈ ഒന്നും വന്നില്ല. അപ്പോൾ 1-2 മെയിൽ ഞാൻ 1-2 ടിക്കറ്റ് ഞാൻ ഇതേപോലത്തെ സെയിം ഇഷ്യൂ വെച്ചിട്ട് അയച്ചു. അതിന് ശേഷമാണ് എനിക്ക് ഡൗട്ട് ഉണ്ട്, നിങ്ങൾ എൻ്റെ നമ്പറിലേക്ക് കോൾ ബാക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചത്. അപ്പോൾ എനിക്ക് പിറ്റേ ദിവസം തോന്നുന്നു എനിക്ക് കോൾ വന്നു, നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, എന്തായിരുന്നു നിങ്ങളുടെ ഡൗട്ട് എന്ന് ചോദിച്ചിട്ട്. ഞാനപ്പോൾ എൻ്റെ കാര്യം പറഞ്ഞു, ഇന്നതാണ് എൻ്റെ ഇഷ്യൂ, എനിക്ക് ഈ സംഭവം ഒന്ന് ക്യാൻസൽ ചെയ്യണം, ഞാൻ ആക്സെപ്റ്റ് ഓൾറെഡി കൊടുത്തതാണ്, പക്ഷേ അത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ്, അതുകൊണ്ട് എനിക്ക് എന്തായാലും ഇത് ക്യാൻസൽ ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ, ക്യാൻസൽ ചെയ്യാം, നിങ്ങൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട് നിങ്ങളിൽ കാണിച്ചാൽ മതി, അത് തന്നെ ക്യാൻസൽ ആയിക്കോളും, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ എന്തായാലും നിങ്ങൾക്ക് കോൾ വന്നിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഒരു പിക്കപ്പിൻ്റെ ഇഷ്യൂ അല്ലെങ്കിൽ ഓർഡറിൻ്റെ ഇഷ്യൂ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ കോൾ ബാക്ക് ചെയ്യാൻ പറഞ്ഞാൽ മതി. കാരണം അവരെ അങ്ങോട്ട് വിളിച്ചാൽ നമുക്ക് കിട്ടില്ല എന്തായാലും. അപ്പോൾ അവർ ഇങ്ങോട്ട് വിളിച്ചാൽ മാത്രമാണ് നമുക്ക് കോൾ കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്തു. ഇതിന് റിലേറ്റഡ് ആയിട്ടുള്ള വേറൊരു ഡൗട്ടാണ്, നമുക്ക് കൊറിയർ പാർട്ട്ണറിനെ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. നമുക്ക് കൊറിയർ പാർട്ട്ണറിനെ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് അതിനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഓപ്ഷനിൽ പോയിട്ടുണ്ടെങ്കിൽ 1st 2nd 3rd നമുക്ക് പ്രയോറിറ്റീസ് എടുക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ പെട്ടെന്ന് നമുക്ക് കിട്ടുന്ന, അതായത് നമുക്ക് കോൺടാക്ട് ചെയ്താലും അല്ലെങ്കിൽ എന്തെങ്കിലും ഐറ്റംസ് നമുക്ക് കൊടുന്ന് തരുന്ന ഡെലിവറി ബോയ്സ് ഉണ്ടാവുമല്ലോ, ഡെലിവറി കൊറിയർ സർവീസുകൾ ഉണ്ടാവുമല്ലോ. അപ്പം അവർക്ക് നമുക്ക് ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരു കൊറിയർ സർവീസിന് നമുക്ക് 1st പ്രയോറിറ്റി, 2nd പ്രയോറിറ്റി, 3rd പ്രയോറിറ്റി കൊടുക്കാൻ പറ്റും. അപ്പോൾ അത് നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഈ അടുത്ത വേറൊരു സംശയമാണ്, എത്ര ഡേയ്സ് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ഓർഡർ കിട്ടുക എന്നുള്ളത്. അത് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല, കാരണം അത് ഡിപ്പെൻസ് ആണ്. ചിലവർക്ക് 1 വീക്കിൻ്റെ ഉള്ളിൽ കിട്ടും, ചിലവർക്ക് 1 മന്തിൻ്റെ ഉള്ളിൽ കിട്ടും. ഒരു 1 മന്തിൻ്റെ ഉള്ളിലെങ്കിലും എല്ലാവർക്കും കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം എനിക്ക് സ്റ്റോർ തുടങ്ങിയിട്ട് 1 വീക്കിൻ്റെ ഉള്ളിലായിരുന്നു എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അത് നമുക്കൊന്നും പറയാനേ പറ്റില്ല, നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് ഓർഡർ ഇപ്പോൾ കിട്ടും എന്നുള്ളത്. ചിലപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് ആൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു, അപ്പോൾ തന്നെ ചിലപ്പോൾ ഓർഡർ തന്നേക്കാം. അത് നമുക്കൊന്നും പ്രിഡിക്റ്റബിൾ അല്ല ആ ഒരു കാര്യം. നെക്സ്റ്റ് ഡൗട്ട് എന്ന് പറയുന്നത് ലേബൽ ഡൗൺലോഡ് ആവാത്തത് എന്തുകൊണ്ടാണ്, ലേബൽ ഡൗൺലോഡ് ആയില്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളതാണ് അടുത്തൊരു ഡൗട്ട് എന്ന് പറയുന്നത്. ലേബൽ ഡൗൺലോഡ് ആവാത്തത്, ആദ്യം ലേബൽ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ലേബൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു ഓർഡർ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആളുടെ
പേര്, അയാളുടെ ഡീറ്റെയിൽസ്, അയാളുടെ ഫോൺ നമ്പർ, അയാളുടെ പിൻകോഡ്, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും ആണ് ഈ ലേബൽ എന്ന് പറഞ്ഞതിൽ ഉള്ളത്. ലേബൽ ഡൗൺലോഡ് ചെയ്താൽ അതിൽ QR കോഡും കൂടി ഉണ്ടാവും. നമ്മുടെ ഡീറ്റെയിൽസും അവരുടെ ഡീറ്റെയിൽസും, നമ്മുടെ അഡ്രസ്സും അവരുടെ അഡ്രസ്സും ആയിരിക്കും അതിലുണ്ടാവുക. വിത്ത് QR കോഡ്, പിന്നെ COD, പിന്നെ പ്രൈസ് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പം ഈ ഒരു ലേബിൾ നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് പ്രിൻ്റ് എടുത്തിട്ട് ഒട്ടിച്ചിട്ട് നമ്മളൊരു കൊറിയറിൽ കൊടുത്താൽ മാത്രമാണ് അത് അവർക്ക് സെൻഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതായത് ഫ്രം ടു അഡ്രസ്സ് ആണ് മെയിനായിട്ട് ലേബൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലേബൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് തരും, ഇപ്പം ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നില്ല, സെർവറിൻ്റെ ഇഷ്യൂ ആണ്, അല്ലെങ്കിൽ കുറേ ആൾക്കാർ ഡൗൺലോഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ചെറിയൊരു പ്രശ്നത്തിലാണെങ്കിൽ ലേബൽ ഡൗൺലോഡ് ആയില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങൾക്ക് എന്താ പറയുക, മീഷോ തന്നെ അറിയിപ്പ് തരുന്നതായിരിക്കും. ലേബൽ ഡൗൺലോഡ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ടെങ്കിൽ മീഷോ തന്നെ നിങ്ങൾക്ക് നോട്ടീസ് തരും എന്ന് പറഞ്ഞിട്ട് അതിൽ എഴുതി കാണിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ 1 ഡേ നിൽക്കാം, ചിലപ്പോൾ 2 ഡേ ഇതേപോലെ തന്നെ നിൽക്കാം. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനേ പറ്റില്ല. ഡൗൺലോഡ് ചെയ്താൽ മാത്രമാണ് ഇത് എവിടെ നിന്ന് വന്ന കൊറിയറാണ്, ആർക്കാണ് അയക്കേണ്ടത് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാനും പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് ഈ ഒരു സിറ്റുവേഷൻ വന്നപ്പം എനിക്കിപ്പോൾ അടുത്ത് എൻ്റെ സെക്കൻഡ് ഓർഡർ എനിക്ക് കിട്ടിയിരുന്നു. അത് കിട്ടിയപ്പം ലേബൽ ഡൗൺലോഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം എൻ്റെ ലാപ്പിൽ നോക്കി, പിന്നെ എപ്പോഴും നമുക്ക് ലാപ്പിൽ നോക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഫോൺ എടുത്തു, ഫോണിൽ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കി, അപ്പോഴും പറ്റിയില്ല. പിന്നെയും രാത്രി ഞാൻ കംപ്ലീറ്റ്ലി ഇത് നോക്കി, രാവിലെ മുതൽ രാത്രി വരെ ഞാൻ നോക്കി, എനിക്ക് ലേബിൾ ഡൗൺലോഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഓർഡർ ക്യാൻസൽ ആവാൻ ചാൻസ് ഉണ്ടാവുമെന്ന്. പക്ഷെ അങ്ങനെയല്ല, ഓർഡർ ക്യാൻസലൊന്നും ആവില്ല. ഇനി ക്യാൻസൽ അവർ പറയുന്നുണ്ട് ഓർഡർ ക്യാൻസൽ ആവില്ല, നിങ്ങൾക്ക് ഇനി ഇത് വെച്ചു എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ പ്രൊഡക്റ്റ് മറ്റുള്ള ആൾക്കാർക്ക് കാണിക്കാതിരിക്കുക, അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും വരില്ല എന്നുള്ളത് അവർ ഓൾറെഡി പറയുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസമായി, 2ാമത്തെ ദിവസമായിട്ട് ഞാൻ എൻ്റെ ഫോണിൽ നിന്നൊന്ന് നോക്കിയിരുന്നു. അപ്പോൾ എനിക്ക് പിന്നെ ഡൗൺലോഡ് ആയില്ല. എന്നിട്ട് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെയും ഒരു 1 hour 2 hour കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ലാപ്പ് എടുത്തിട്ട് നോക്കി. നോക്കിയപ്പോഴാണ് ലാബിൽ ഡൗൺലോഡ് ആയി കഴിഞ്ഞത്. അപ്പോഴാണ് എനിക്ക് ഡീറ്റെയിൽസ് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ലാബിൽ ഡൗൺലോഡ് ആവാതെ ഇരിക്കില്ല, ഒരിക്കലും ആവാതെയൊന്നും ഇരിക്കില്ല. 1 to 3 days അതിൻ്റെ ഉള്ളിൽ എന്തായാലും ലാബിൽ ഡൗൺലോഡ് ആയിരിക്കും. ലാബിൽ ഡൗൺലോഡ് ആയി നമുക്ക് എന്താ പറയുക അയക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ഓർഡർ ക്യാൻസൽ ഒന്നും ആവില്ല. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ആർക്കും ടെൻഷനൊന്നും വേണ്ട. അടുത്തൊരു ഡൗട്ട് എന്ന് പറയുന്നത് പ്രൈസിങ് എങ്ങനെയാണ് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. പ്രൈസിങ്ങിനെ പറ്റിയിട്ട് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ തന്നെ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അതിന് വേറൊരു വീഡിയോ ഇടുക, അതായിരിക്കും നല്ലത്. വേറെ എനിക്ക് ഇൻസ്റ്റയിൽ QA ഇട്ടപ്പോൾ അതിൽ വന്നിട്ടുണ്ടായിരുന്ന ഒരു ഡൗട്ടാണ്, മീഷോ റിലേറ്റഡ് അല്ല, ഒരു സ്മോൾ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡൗട്ടാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിൽ തന്നെ പറയാം, കാരണം എല്ലാവരും സ്മോൾ ബിസിനസ് ചെയ്യുന്നവരാണ്. അപ്പോൾ അവർക്ക് എന്തായാലും ഇതൊരു ഹെൽപ്ഫുൾ ആവുമെന്ന് കരുതി. എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ക്ലോത്തിങ് ബിസിനസ് ചെയ്തിട്ടുള്ള ക്ലോത്തിങ് പേജുള്ള അല്ലെങ്കിൽ ക്ലോത്തിങ് ബിസിനസ് ഉള്ള ആൾ ഉദ്യം രജിസ്ട്രേഷൻ ആണോ ചെയ്യേണ്ടത്, അതെങ്ങനെയാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ക്ലോത്തിങ് ബിസിനസ് എന്നുള്ളത് മാത്രമല്ല, ഏതൊരു ബിസിനസ് ചെയ്യുന്ന ആളാണ് എന്നുണ്ടെങ്കിലും ആൾക്ക് ഉദ്യം രജിസ്ട്രേഷൻ ചെയ്യുന്നത് വളരെ നല്ലതാണ്. കാരണം നമുക്ക് ഒരു ആധാർ കാർഡ് ഉണ്ട്. അപ്പം ആധാർ കാർഡിന് നമുക്ക് മാത്രമായിട്ട് ഒരു യുണീക്ക് ID ഉണ്ടല്ലോ. ആ ID വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരാളെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ലേ. അതുപോലെ തന്നെയാണ് ഉദ്യം രജിസ്ട്രേഷൻ, MSME രജിസ്ട്രേഷൻ എന്നും കൂടി പറയും. ഈ ഒരു രജിസ്ട്രേഷനിൽ ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു യുണീക്ക് ആയിട്ടുള്ള ഒരു ID കിട്ടും. ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊരു മൈക്രോ, സ്മോൾ, മീഡിയം ബിസിനസ് ആയിട്ടുള്ള ആൾക്കാർക്കും ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇത് രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഗുണങ്ങൾ ലഭിക്കുന്നുണ്ട്. നമുക്ക് ബാങ്കിൽ പലിശ പോലെയുള്ളത് കുറയാനും, പിന്നെ ലോൺ എടുക്കാനും, ബിസിനസ് റിലേറ്റഡ് ആയിട്ട് ലോൺ എടുക്കാനും, പലിശ കുറയാനും ഒക്കെ ആയിട്ട് ഹെൽപ്ഫുൾ ആണ്. ഉദ്യമ രജിസ്ട്രേഷൻ ചെയ്യുന്നത് നിങ്ങളുടെ സ്മോൾ ബിസിനസ്സിന് എന്തുകൊണ്ടും നല്ലതാണ്. നിങ്ങൾക്ക് ട്രേഡ് മാർക്ക് എടുക്കാനും എല്ലാത്തിനും നല്ലതായിട്ടുള്ള ഒന്ന് തന്നെയാണ് ഈ ഉദ്യം രജിസ്ട്രേഷൻ. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. താഴെ കമൻറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ മറ്റുള്ള നിർദ്ദേശങ്ങളും നിങ്ങളുടെ സജഷൻസും നിങ്ങളുടെ അഭിപ്രായങ്ങളും എല്ലാം അറിയിക്കാവുന്നതാണ്. ഇപ്പം ഞാൻ പറഞ്ഞിട്ടുള്ള ഡൗട്ടുകളിൽ അല്ലാത്ത ഡൗട്ട്സുകൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്തിട്ട് പറയാവുന്നതാണ്. വീഡിയോസിൻ്റെ താഴെ കമൻറ്റ് ചെയ്തിട്ട് പറയാം. ഇനി അതുമല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഓർണ ബൈ ഹിസി എന്നുള്ള പേജുമായിട്ട് നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ എൻ്റെ പേജിൽ ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ പല ആൾക്കാർക്കും പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇപ്പം തന്നെ ഞാനൊരു 50ഓളം പേർക്ക് ഡൗട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ അതിൽ ഒട്ടുമിക്ക ആൾക്കാർക്കും സെയിം ഡൗട്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ ഈ ഒരു ഇതിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി ചിലവർ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ടായിരുന്നു ഹെൽപ്പ് ചെയ്യുമോ, മീഷോയിൽ ഇങ്ങനെ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുമോ, ഞാനിവിടെ വെച്ച് സ്റ്റെക്കായിട്ട് നിൽക്കുകയാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളവരുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വരുന്നവരുടെ കയ്യിൽ നിന്ന് എനിക്ക്
ക്ലിയർ ചെയ്ത് കൊടുക്കാൻ പറ്റുമെന്ന് അത്രയും 100% ഷുവറാണ് എങ്കിൽ മാത്രമാണ് ഞാൻ ഒരു ഫീസ് ഈടാക്കുന്നത്. 15 റുപ്പീസാണ്, അതായത് 50 രൂപയാണ് ഞാൻ പറയുന്ന ഒരു ഫീസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഫീസ് തന്നിട്ട് നിങ്ങളുടെ എല്ലാ ഡൗട്ട്സുകളും ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്കുള്ള ഡൗട്ടുകളും ഇനി വരാൻ പോകുന്ന ഡൗട്ടുകളും എല്ലാം തന്നെ ഈ ഒരു 50 രൂപയിൽ നിങ്ങൾക്ക് ക്ലിയർ ചെയ്തിട്ട് എടുക്കാനായിട്ട് പറ്റും. അപ്പം ഇതുവരെ എൻ്റെ അടുത്ത് ഡൗട്ട് ചോദിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ ഈ ഒരു പേയ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഡൗട്ടുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അത് അവർക്ക് ഞാൻ പക്ക ക്ലിയർ ആക്കി കൊടുത്തിട്ടുണ്ട്. എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും ഡൗട്ടുകളാണ്, ഞാൻ അത്രയും അവെയർ അല്ലാത്തൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ആ ഒരു ഫീസ് തിരിച്ചു തരുന്നതായിരിക്കും, റീഫണ്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ കാര്യത്തിൽ കൺഫ്യൂഷനൊന്നും വേണ്ട. അപ്പം ഫീസ് ഉണ്ട് എന്നുള്ളത് ഞാൻ അതും കൂടി പറയുകയാണ്. എൻ്റെ അടുത്ത് 1-2 പേര് ചോദിച്ചു, നിങ്ങൾ യൂട്യൂബ് ചാനലിൽ ഈ ഫീസിൻ്റെ കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ, അതെന്താ പറയാത്തതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനിവിടെ പറഞ്ഞത്. അപ്പം ഇത്രയേ ഉള്ളൂ. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.